ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 90s കിഡ്സ് ടോയ്സ്. അപ്പോൾ നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് 2005 മോഡൽ മാനുഫാക്ചർ ചെയ്ത 2006 രജിസ്റ്റർ ചെയ്ത MPFI മാരുതി സുസുക്കി ജിപ്സിയാണ്. ഇപ്പോൾ ഇതായിരുന്നേ നമ്മളുടെ ബ്ലൂ വെയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഡ്രൈവ് 69 അഖിലിൻ്റെ വണ്ടിയാണ്. ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തന്നതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. MPFI വണ്ടിക്ക് വരുന്നുള്ള ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്കെല്ലാം ഞാൻ കവർ ചെയ്യാം. ഇത് ഏകദേശം ഒരു നാടൻ ബ്ലോഗായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ ഇതിൻ്റെ RPM അല്ലെങ്കിൽ അതിൻ്റെ ടോർക്ക് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം എല്ലാവരും ഇതിൻ്റെ RPM കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻജിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. കാരണം അതൊക്കെ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ജിപ്സിനെ കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അത്രയും ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. ബാക്കി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങുന്ന സമയത്ത് തെറിച്ച് നിൽക്കുന്ന രീതിക്ക് നമുക്കൊരു വിഞ്ച് കാണാൻ സാധിക്കും. അത് റൺവേയുടെ 10,000 LBSൻ്റെ വിഞ്ചാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിൽ മെറ്റൽ റോപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു അഡീഷണലായിട്ട് ഒരു സപ്പോർട്ടിങ് കാര്യങ്ങൾ ചേസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ താഴ്ഭാഗത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു ബാലൻസ്ഡ് ആണ് ലെങ്ത്ത്, ഈ സപ്പോർട്ടിങ്ങിൻ്റെ ലെങ്ത്തും ഒരു 1 ഇഞ്ചോളം ലെങ്ത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഹൈറ്റിൽ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ലീഫ് അഡീഷണലായിട്ട് മാക്സിമം ബെൻഡ് അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ കിങ്ങിൻ്റെ ബോണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആൾ ഓഫ് റോഡ് ചലഞ്ചിന് ഇറങ്ങിയതിൻ്റെ ആളുടെ നമ്പർ, അതുപോലെ തന്നെ ആ ഒരു ഈവൻറ്റിൻ്റെ ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ്റെ ആദ്യത്തെ ഓഫ് റോഡ് ചലഞ്ചാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് ആൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടോപ്പിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു LED മെർക്കുറി LED ബാർ വന്നിട്ടുണ്ട്. പിന്നെ 2 ലിംബ്രൈസറുകൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നീടായിട്ട് ഒരു സ്നോർക്കലും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയുള്ള ആദ്യത്തെ ഒരു പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നോർമൽ ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡത്തെ ഹെഡ് ലാമ്പ് കുറച്ച് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MPFI പെട്രോൾ ജിപ്സിയുടെ ഫ്രണ്ട് ഭാഗം. പിന്നെ ബമ്പർ ഇത് ഊരി മാറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു വിഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഊരി മാറ്റിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ബോണറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഡാഷ്ബോർഡിനകത്തായിട്ടാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അത് വലിക്കുക. വലിച്ചതിന് ശേഷം നമുക്ക് ബോണറ്റ് പൊന്തിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ചാരിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സത്യത്തിൽ ഈ ബോണറ്റിന് ഒരു ബോണറ്റിൻ്റെ സ്റ്റോപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇതാണ് ഈ ഒരു ബോണറ്റ് കാര്യങ്ങൾ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കമ്പിയാണിത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ജിപ്സിയുടെ ഒറിജിനൽ ബോണറ്റ് തുറന്ന് വെക്കുന്ന സെയിം രീതിക്കാണ് ഇപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനായിട്ടാണ് ഈ ഒരു സപ്പോർട്ടിങ് കാര്യങ്ങൾ വരുന്നത്. സാധാരണ ജിപ്സിക്ക് ഈ ഒരു സാധനം ഭൂരിഭാഗം പേരെടുത്ത് ഒഴിവാക്കിയിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കിടത്തിയിടാറാണ് ചെയ്യാം. അപ്പോൾ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പർ അല്ലാതെ അത് ഈ ഗ്ലാസ് ഫ്രെയിം തിരിച്ച് കടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ബോണറ്റിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. അപ്പോൾ എൻജിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് 1.3 ലിറ്റർ പെട്രോൾ MPFI എൻജിനാണ്. അതിൽ എക്സോസ്റ്റിൻ്റെ ഹെഡർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടും ലൗഡായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു എക്സോസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അത് ട്രാക്കിന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻജിൻ്റെ ഭാഗത്ത് ട്യൂണിങ് കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എൻജിൻ നോർമൽ 1.3 പെട്രോൾ MPFI എൻജിനാണ്. സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പിന്നീട് ഇത് വന്നിട്ടുള്ളത് റേഡിയേറ്ററാണ്. റേഡിയേറ്ററിന് ഏകദേശം എന്താ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റേഡിയേറ്ററിനാണ് വന്നിട്ടുള്ളത്. അത് അലുമിനിയം റേഡിയേറ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇലക്ട്രിക് ഫാന് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നേരെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് തെർമോസ്റ്റാറ്റാണ്. പിന്നെ ഇത് ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഏരിയയാണ്. പിന്നെ ഇത് നേരെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം ഇതിൻ്റെ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രീനിൻ്റെ ഫ്രീ ഫ്ലോ ഫിൽറ്ററാണ് വെച്ചിട്ടുള്ളത്. അത് ഇവിടെ വരുന്ന ഇതിൻ്റെ ഒറിജിനൽ എയർ ഫിൽറ്ററിനെ റിപ്ലേസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് മോഡിഫിക്കേഷൻ ഫിൽറ്ററാണ് ഇത് വരുന്നത്. ഒരു റിപ്ലേസിങ് ഫിൽറ്ററല്ല, സോറി എനിക്ക് പറഞ്ഞ മാറിയതാണ്. അപ്പോൾ ഇത് ഗ്രീനിൻ്റെ മോഡിഫൈഡ് എയർ ഫിൽറ്ററാണ് വരുന്നത്. അത് നേരെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയാണ്. MPFI ജിപ്സിയുടെ
കാർബറേറ്ററിന് പകരം ഈ ഒരു ഭാഗങ്ങളാണ് വരുന്നത്. ഇതിന് ത്രോട്ടൽ ബോഡിയാണ്. ത്രോട്ടൽ ബോഡിയിലേക്കാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത്. മറ്റേത് കാർബറേറ്ററിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇതിൻ്റെ ത്രോട്ടൽ ബോഡിയിലേക്കാണ് കണക്ട് ചെയ്തത്. ത്രോട്ടൽ ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എയറിൻ്റെ ഒരു ചേമ്പർ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് ഓക്സിജൻ സെൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ത്രോട്ടൽ ബോഡി സെൻസറാണ് ഇത് ഇവിടെ വരുന്നത്. അതിൽ നിന്ന് തന്നെയുള്ള എയർ എടുത്തിട്ടാണ് ഇതിൻ്റെ പവർ ബ്രേക്ക് അതിൻ്റെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഡൈനാമോ എന്ന് അഡീഷണൽ എടുക്കുന്നതല്ല. പെട്രോൾ വണ്ടിയുടെ ഡൈനാമോ എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പാകത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അഡീഷണലായിട്ടല്ല ഒറിജിനൽ പെട്രോൾ ജിപ്സിക്ക് വരുന്നത് ഇതുപോലെ നേരെ ഈ ഒരു ഇതിൽ നിന്നാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ MPFI ജിപ്സിയുടെ വയറിങ് കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് കൂടെ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള കേബിൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മളെ റേഡിയേറ്റർ ടാങ്കാണ്. പിന്നെ സ്റ്റിയറിംഗ് റോഡ് കാര്യങ്ങൾ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, മാനുവൽ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻജിൻ റൂമിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ ഇതിന് വരുന്നൊരു ചെറിയ ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വിഞ്ച് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിലേ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ജിപ്സിയുടെ ഒറിജിനൽ ബോണറ്റാണ്. MPFI ജിപ്സിയുടെ ഒറിജിനൽ ബോണറ്റ് നമ്മളുടെ ജോർജ് ചാൻ്റെ വണ്ടി കാണിച്ചു തന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് 4 ടണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടിങ്, ഇവിടെ സപ്പോർട്ടിങ്, പിന്നെ ക്രോസിനായിട്ട് ഒരു സപ്പോർട്ടിങ് മാത്രം ഉണ്ടാവുക. ഈ കിങ്ങിൻ്റെ ബോണറ്റ് മാത്രമാണ് ഇങ്ങനെ ഒരു എക്സ് ആകൃതിയിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ടിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ടോപ്പിലായിട്ട് 2 ബുഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളുടെ ഈ ഒരു ബോണറ്റിൻ്റെ സ്പ്രിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞിരുന്ന് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഈ ഒരു കേബിൾ വലിക്കുമ്പോൾ ഒരു സഡനായിട്ട് ചെറിയൊരു പുള്ളിങ്ങിന് വേണ്ടിയിട്ടാണ് ആ സ്പ്രിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇവിടേക്ക് ഒരു ഓവർഫ്ലോ പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓവർഫ്ലോ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതിൽ ഇറങ്ങുന്ന വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകുന്നത് ആ ഒരു ഇതുവഴി വന്നിട്ട് ഇതിലൂടെ എൻജിൻ റൂമിൻ്റെ ഇതിലൂടെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിലെ കാര്യമായിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്നോർക്കലിലേക്കുള്ള കണക്ഷൻ കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ജിപ്സിയുടെ എൻജിൻ റൂം കാര്യങ്ങളിൽ. ഇനി നമുക്ക് എൻജിൻ റൂം ഒന്ന് ക്ലോസ് ചെയ്യാം. ബോണറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിംബ്രൈസറിൻ്റെ ഒരു തിക്നെസ് കൊണ്ടാണ് ഇത് കറക്റ്റ് അടയാത്തത്. ഇതൊന്ന് ലൂസാക്കിയിട്ട് പിന്നീട് അടയ്ക്കാം. അപ്പോൾ ജിപ്സി കിങ്ങിന് വരുമ്പോൾ ഇതാ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ചെറിയൊരു പൊങ്ങിച്ച വരുന്നത് ജിപ്സി കിങ്ങിനാണ്. അതായത് 413ക്കാണ് ഈ ഒരു പൊങ്ങിച്ചേർന്ന്. പിന്നീട് ഇവിടെയുള്ള ഒരു ഹുക്ക്, ഈ ഹുക്ക് വരുന്നത് അവിടെ സെയിം ഒരു ഹുക്ക് ഉണ്ടാവും ഗ്ലാസ് ഫ്രെയിമിന്. ഗ്ലാസ് ഫ്രെയിം ഇങ്ങോട്ട് കടത്തി കഴിഞ്ഞാൽ ഈ ഹുക്കും ആ ഹുക്കും തമ്മിൽ ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്രെയിം കടന്ന് ഇളകാതെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാരുതിയുടെ ഒരു എംബ്ലം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കാര്യങ്ങളാണ് കൊടുത്തുള്ളത്. പിന്നെ ലിംബ്രൈസർ ഇവിടെ കൊടുത്തുള്ളത്. ഇത് ശരിക്കും ബമ്പറിലാണ് കൊടുക്കേണ്ടി വന്നുള്ളത്, പക്ഷേ അവിടെ കൊടുത്തുള്ളത്. പിന്നെ നോർമലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തുള്ളത്. ഇത് ബൊലേറോയുടെ സൈഡ് വ്യൂ മിററാണ്. പിന്നെ ജിപ്സിയുടെ ഒരു എംബ്ലം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് എക്സ്ട്രാ വെച്ചിട്ടുള്ള എംബ്ലമാണ്. ജിപ്സിക്ക് വരുന്നത് ആകെ ഒരു എംബ്ലം മാത്രമാണ്. അത് ഡ്രൈവർ സൈഡിലായിട്ടാണ് അത് വരുന്നത്. ഈ സൈഡിൽ മാത്രമേ ശരിക്കും ജിപ്സിക്ക് എംബ്ലം വരുള്ളൂ. ഇത് പിന്നീട് എപ്പോഴോ പെയിൻറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴോന്ന് അറിയില്ല, അത് മാറ്റിയതാണ്. പിന്നീട് ഇത് ജിപ്സിക്ക് വരുന്ന സ്നോർക്കലാണ്. സ്നോർക്കൽ പെർഫെക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 235/75/15 സൈസിലുള്ള ടയറാണ് യൂസ് ചെയ്തത്. ഇത് MT ടയറാണ്. MT ടയറിൽ സ്റ്റീൽ റിം, AJ സ്റ്റീൽ റിമ്മാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ ലീഫ് അഡീഷണലായിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് അത് ബെൻഡ് അടിച്ചിട്ടുണ്ട്. അതിന് കിടന്ന് ഇളകാതെ കനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഫൈബറിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ജിപ്സിക്ക് വരുന്ന പോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇതാണ് നമ്മളുടെ ബാലൻസ് റാഡ് കാര്യങ്ങൾ വന്ന് കണക്റ്റ് ആകുന്ന സ്ഥലം. മറ്റ് വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിരുന്നു ബാലൻസ് റാഡിനെ, പക്ഷേ ഇത് വന്ന് ജോയിൻ്റ് ആവുന്ന സ്ഥലം കാണിച്ചു തന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം വരുന്ന ഇതാണ്. പിന്നെ ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹൗസിങ് ഓവറായിട്ട് പൊങ്ങി വരുമ്പോൾ നമ്മളെ ചേസിലേക്ക് അല്ലെങ്കിൽ ഹൗസിങ്ങിനോ ഡാമേജ് കുറയ്ക്കാതെ ഡാമേജ് വരാതെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബറിൻ്റെ പീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് ആ ആർട്ടിക്കുലേഷൻ വരുന്ന സമയത്ത് ഇതിലേക്ക് തട്ടിയിട്ട് ഈ ഒരു ഹൗസിങ് നിൽക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലായിട്ടുള്ള ഷോക്ക് അബ്സർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇതാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ തിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നത്. പിന്നെ ജിപ്സിയുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ഇതിൻ്റെ സ്പിൻഡൽ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമാണ് അതിൻ്റെ വരുന്നത്.
എൻ്റെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് 69 എന്ന ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ്ടാഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജിപ്സിയുടെ ഒറിജിനൽ പടുതയല്ല, ഇത് രണ്ടാമത് അഡീഷണൽ ആയിട്ട് അടുപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടും ടൈറ്റായിട്ടും ഇരിക്കുന്ന ഒരു പടുതയാണ്. ഇവിടുത്തെ ക്ലിപ്പൊക്കെ അവന് ഊരിട്ടുകൊണ്ടാണ് ചെറുതായിട്ട് ലൂസായി നിൽക്കുന്നത്. പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ലിഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈൽ ലാമ്പ് വിസിബിളാണ്. അതുപോലെ തന്നെ ഈ ടൈൽ ലാമ്പ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിനാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ബാക്കിലേക്ക് ലൈറ്റ് കിട്ടും. കാരണം ആ ലൈറ്റ് കുറച്ച് മങ്ങിയിട്ടുണ്ട്. ഓരോ ഓഫ് റോഡിങ്ങിന് പോകുന്ന സമയത്ത് അത്യാവശ്യം വെളിച്ചം വേണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തേർഡ് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒറിജിനൽ ആർമി ടോ ഹുക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ജിപ്സിക്ക് ചെയ്യാൻ പാകത്തിന് തന്നെ വരുന്ന ഒരു ടോ ഹുക്കാണ്. അത് നേരെ താഴേക്ക് ബോൾട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ജിപ്സിക്ക് ഒറിജിനലായിട്ട് അതിനെ ടോ ഹുക്ക് കൊടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ ടോപ്പ് ലൈറ്റ് തന്നെയാണ് ഇത്. പിന്നെ ഹുക്കും അതിൻ്റെ ഒറിജിനലിനെയാണ് വരുന്നത്. പിന്നീട് ആ ഒരു ചെറിയ 2 സർക്കിൾ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് മാത്രമേ വരാറുള്ളൂ. പിന്നെ സ്പെയർ ടയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയറൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ഒരു കമ്പനി മുള്ളു പോലുള്ള സാധനങ്ങളൊക്കെ ഇതാ അതേപോലെ ഇരിക്കുന്നത്. പിന്നീട് ഒരു 4 ഹിഞ്ചസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഡോറ് പൊട്ടാതൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണാം. ഇത് താറിന് വരുന്ന വുഡിൻ്റെ ഷീറ്റ് അടിക്കുന്ന ഷീറ്റാണ്. അതിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി സിബ്ബാണ്. ഇതാകുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിബ്ബാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ഡാമേജ് കാര്യങ്ങൾ വരില്ല. പിന്നെ ഫേസ് ടു ഫേസ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒറിജിനൽ കമ്പനിക്ക് വരുന്ന സെയിം ഫേസ് ടു ഫേസ് സീറ്റ് തന്നെയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വർക്ക്ഷോപ്പ് നിർത്തുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര ചളി കാര്യങ്ങളുള്ളത്. ആൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ജിപ്സിയുടെ വരുന്ന ഒരു 3 കമ്പിയാണ്. ഇതാ അങ്ങനെ ഒരു കമ്പി അവിടെ വരുന്നുണ്ട്. സെൻറ്ററത്തെ ഒരു കമ്പിയോട് വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കമ്പിക്ക് മാത്രം അത്യാവശ്യം കട്ടിങ്ങനും കൂടുതലാണ്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കനം കുറവുള്ള കമ്പനിയാണ്. കാരണം ഈ ടോപ്പ് നിർത്താൻ മാത്രം മതിയല്ലോ. പിന്നെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതും പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം വരുന്നത് 3 കമ്പിയുമിലാണ് ഈ പടുത ടോട്ടലായിട്ട് നിൽക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒറിജിനൽ വുഡിട്ടാൽ ഇങ്ങനെ ഒരു കുഴിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു ഫീല് കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു ക്ലാഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബി പില്ലറാണ്. അതിലൊരു ഡിസൈൻ രീതിക്കാണ് കൊടുത്തുള്ളത്. ഹാർഡ് ടോപ്പ് ജിപ്സി വരുമ്പോൾ ഇത് കവറായിരിക്കും, ടോട്ടലായിട്ട് കവറായിരിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സോസ്റ്റിൻ്റെ പൈപ്പ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുമ്പ് ബാക്കിയുള്ള ഒരു വിശേഷങ്ങളൂടി കണ്ടിട്ട് നമുക്ക് അടിയിലേക്ക് പോകാം. അപ്പോൾ സൈഡ് വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ വരും. പിന്നീട് നമുക്കിതിൻ്റെ അകത്തേക്ക് നോക്കാം. അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ജിപ്സിയുടെ ക്ലാസിക് ഡാഷ്ബോർഡ് തന്നെയാണ് വരുന്നത്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നിക്കൽ കോട്ടിങ് എന്നല്ല, ഒരു സ്റ്റിക്കറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നോർമൽ ഗ്ലോ ബോക്സ് കാര്യങ്ങൾ ഇവിടുത്തെ ഒരു ഇതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജിപ്സിയുടെ ബ്ലോവറാണ്. നമ്മളുടെ ഇതിലേക്ക് AC ഇല്ലെങ്കിൽ പോലും ഇതിലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൈയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബ്ലോവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിഗരറ്റ് ലൈറ്റ്, അതുപോലെ സ്റ്റീരിയോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയുടെ സ്പീക്കർ നമ്മളെ വണ്ടിയിൽ അന്ന് അവൻ ചെയ്തെന്ന പോലെ തന്നെ സൈഡിലായിട്ടാണ് 2 സ്പീക്കറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർമൽ ജിപ്സിയുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ തന്നെയാണ്. അതിലായിട്ട് ഈ ഒരു മുകളിലായി കൂടെ ഒരു ചെറിയൊരു കോട്ടിങ് അല്ല, ഒരു റബ്ബറിൻ്റെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. പിന്നെ മിറർ, അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ടിങ് ശരിക്കും ഇതിന് വരും. ഇവിടെ നിന്ന് ഇവിടെ വരേക്കും ഒരു സപ്പോർട്ടിങ് വരാറുണ്ട്. അത് അവനെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 2 സൺവൈസർ വരാറുണ്ട്, അതും അവനെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി സ്റ്റിയറിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്കായിട്ട് തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് സീറ്റ് അവൻ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വേറെ ഇതൊരു കാറിൻ്റെ സീറ്റാണ്, ഇത് ജിപ്സിയുടെ ഒറിജിനൽ സീറ്റല്ല. പിന്നീട് വരുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ്. കഴിഞ്ഞ ഞാൻ റിവ്യൂ ചെയ്ത ഒരു പച്ച കളർ ജിപ്സി ഉണ്ടായിരുന്നു, കാർബേറ്റർ ജിപ്സി. അതിന് 4 സ്പീഡ് ഗിയർ ബോക്സാണ്. 4+1, അതായത് 4 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. പിന്നെ കാർബേറ്ററിലാണെങ്കിലും MPFIലാണെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ടൈപ്പാണ് ഈ 4x4 ഗിയർ ബോക്സ്. ഇത് 4x4-ന് തന്നെ നമ്മളെ കാർബേറ്ററിനും MPFIക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് കാർബേറ്ററിന് കുറച്ച് ടോർക്ക് കൂടുതലും MPFIക്ക് ടോർക്ക് കുറവുള്ള 4x4 ഗിയർ ബോക്സാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഒറിജിനൽ ഡോർ പാഡാണ് ഇത് വരുന്നത്. ഇത് ജിപ്സിക്ക് ഒറിജിനലായിട്ട് വരുന്നതാണ്. അതിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ളതൊന്ന് ഗ്ലാസ് വൈൻഡർ, ഒരു ഗ്രിപ്പ്. പിന്നെ ഇവിടെ ആയിട്ട് ഇത്
നമുക്ക് ലോക്ക് ചെയ്യാൻ പാകത്തുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഭാഗത്തും അതിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. മറ്റ് ജിപ്സുകളിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു അടിവശം തന്നെയാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യം നമുക്ക് മുന്നിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഹൗസിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ലീഫ് കാര്യങ്ങൾ കൊണ്ടും, പിന്നെ ഇതാണ് ഇതിൽ അഡീഷണലായിട്ട് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സോസ്റ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സോസ്റ്റാണ്. അതിൻ്റെ ഒരു മഫ്ലർ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ മഫ്ലറിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ട് ഇവിടെ ഒരു അഡീഷണലായിട്ട് ഒരു ലിവർ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവ് 69 അവൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇത് മാനുവലായിട്ട് തുറക്കാൻ പറ്റിയുള്ള ഒരു എക്സോസ്റ്റ് ഓപ്പണിങ്ങും ക്ലോസുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ സൗണ്ട് കൂടുതലും, അത് ക്ലോസ് ചെയ്യുന്നതോടുകൂടി സൗണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നേരെ അവൻ ഇതിനെ സൈഡിലേക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ബാക്ക് ഭാഗത്ത് കാര്യങ്ങളൊക്കെ വേറൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സ്റ്റോക്കായിട്ടുള്ള തന്നെയാണ് വരുന്നത്. പിന്നീട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സിക്ക് ഇവിടെ ഒരു ചെറിയൊരു മെറ്റൽ പീസ് വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇതുകൂടെയാണ് എക്സോസ്റ്റ് പോകുന്നത്. അപ്പോൾ എക്സോസ്റ്റിൻ്റെ ചൂട് ഉള്ളിലേക്ക് അധികം ഏൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് കാര്യങ്ങൾ കൊടുത്തുള്ളത്. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അവിടെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കേബിൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നേരെ നമ്മളെ പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ ആയിക്കൂടെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് ട്രാൻസ്ഫർ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി മറ്റേ ജിപ്സിയുടെയൊക്കെ ആയിട്ട് സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും ഇതിൻ്റെ അടിഭാഗത്ത് വരുന്നില്ല. ആയിട്ട് നമ്മളൊരു ഫ്രണ്ട് ബോഡി ഉണ്ട്, അവൻ്റെ പേര് നിഹാം എന്നാണ്. നിഹാമേ ഒരു ഹായ് കാണിച്ചടാ. ഓക്കെ, നീ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടോ. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ ക്ലോസിങ് പൊസിഷനിലാണ് ജിപ്സിയുടെ ധരിക്കുന്നത്. ഒരു ചെറിയൊരു ഹമ്മിങ് സൗണ്ട് മാത്രം ഉണ്ടാവുക, ഒന്ന് ത്രോട്ട് കൊടുത്താൽ കാര്യങ്ങളൊക്കെ. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എക്സോസ്റ്റിൻ്റെ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോഴുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ വ്യത്യാസം കാണാം. അപ്പോൾ ഓപ്പൺ ആക്കാനായിട്ട് ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ലിവർ ചേഞ്ച് ചെയ്യണം. നമുക്ക് അന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇവിടെയാണ് ആ ലിവർ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലിവർ ഓപ്പൺ ആക്കിന്. എടാ ഇനി ഒന്ന് കാലെടുത്തേ. ഒരു ചെറിയൊരു മാറ്റം കൂടിയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സീറ്റാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉണ്ട്. പിന്നെ ഹൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ജിപ്സിയുടെ നോർമലായിട്ട് ഇവിടെ വരുന്ന ആ ഒരു സ്വിച്ച് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇത് വരുന്നത്. പിന്നീട് ജിപ്സിയുടെ കീ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എസ് എന്നുള്ള സുസുക്കിയുടെ എംബ്ലം കൊടുത്തിട്ടുള്ള ഒരു കീ സെറ്റാണ് വരുന്നത്. ഒരു ക്ലാസിക് കീ സെറ്റാണ്. ഇതിൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ലൈറ്റിൻ്റെ കാര്യത്തിലുള്ളതുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MPFI ആണെങ്കിലും കാർബേറ്ററിനാണെങ്കിലും സ്പീഡോമീറ്ററിൽ കാര്യങ്ങളിൽ ഒരു കാര്യങ്ങൾ വരുന്നില്ല. 3 സ്പോക്കിലുള്ള ഒരു മാരീഡ് ആംബിളുള്ള നോർമൽ ക്ലാസിക് സ്റ്റിയറിങ്, സെൻട്രലായിട്ട് ഹോണ് കാര്യങ്ങൾ വരുന്നുണ്ട്. 140 വരെ ഉള്ള മീറ്റർ റീഡിംഗ് ഉള്ള ഒരു സ്പീഡോമീറ്റർ. ഇപ്പോൾ നമുക്കൊരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റിൻ്റെ ഇത് കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ പ്രഷറിൻ്റെ ഉണ്ട്. താഴെ ബാറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാണിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീമിൻ്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4 വീൽ ഡ്രൈവ് എൻഗേജ് ആക്കി കഴിഞ്ഞാൽ കത്തള്ളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് ഒന്ന് എൻഗേജ് ആക്കി. ഇപ്പോൾ ഞാൻ 4 വീൽ ഡ്രൈവ് എൻഗേജ് ആക്കിയിട്ടുണ്ട്. എൻഗേജ് ആക്കുമ്പോൾ 4WD എന്നുള്ളത് ജിപ്സിയിൽ കാണിച്ചു തരും. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലോവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോവറൊക്കെ വർക്കിംഗ് ഉള്ള തന്നെയാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വർക്കിംഗ് ഇല്ല. പിന്നെ ഇവിടെ ആയിട്ടൊരു ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ ഒന്നും വരില്ല. ഇപ്പോൾ അതൊന്ന് നമുക്ക് 2Hലേക്ക് തന്നെ മാറ്റാം. ഇപ്പോൾ 2H നോർമൽ ഡ്രൈവ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഹൗസിങ് മാത്രമാണ് ഇതിലേക്ക് പവർ എടുക്കുള്ളൂ. പിന്നീട് 4H എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 ഹൗസിങ്ങിലേക്കും പവർ എടുക്കും. പിന്നെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഗിയർ ഫസ്റ്റിലാണ് സെക്കൻഡിലാണ് ഏത് ഗിയറിലാണെങ്കിൽ പോലും ഇത് ന്യൂട്രായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ന്യൂട്രാവും. ഇത് വർക്ക് ചെയ്യുന്നത് എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എൻജിനും മെയിൻ ഗിയർ ബോക്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നുള്ള പ്രൊപ്പലറിൽ ഔട്ടും വരും. പക്ഷേ ഈ കുട്ടി ഗിയർ ന്യൂട്രായി കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രാവും. അപ്പോൾ ഈ വണ്ടികൾ കയറ്റി അയക്കുന്ന സമയത്തൊക്കെ ഇത് ന്യൂട്രായോ എന്നുള്ളതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ 1-2 കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ 4H പോലെ തന്നെയാണ് 4 വീലും വർക്ക് ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി കയറുമ്പോൾ സ്പീഡല്ല ആവശ്യം, നമുക്ക് എവിടെയും ക്രൗൾ ചെയ്ത് പിടിച്ച് കയറാനുള്ള ഒരു സംഭവമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് 4L എന്ന് പറയുന്ന ഗിയർ വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ വരുന്നുള്ളത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ്. ഇനി നമുക്ക്
വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണല്ല, നോർമൽ മാനുവൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്ലസ് ഇതിൻ്റെ ടയർ ഓവർ സൈസ് ആയതുകൊണ്ടുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് റണ്ണിങ്ങിന് നമുക്കത് കാര്യമായിട്ട് അത്രയ്ക്ക് അഫക്റ്റ് ചെയ്യാം. നിർത്തി തിരിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ല എന്നുള്ള കുറവ് നമുക്ക് വരാം. അതല്ലാതെ നമുക്ക് ഒരു നോർമൽ 800 കാര്യങ്ങളൊക്കെ കൊണ്ടിറക്കുന്ന അതേ ലാഘത്തോടു കൂടി തന്നെ തിരിക്കാം. പക്ഷെ ട്രാക്കിലേക്ക് ഇറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നും കൂടി പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കുറച്ച് നമുക്ക് തോന്നിപ്പോകും. പിന്നെ നമുക്ക് ഒന്ന് കാല് കൊടുത്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി റൈഡിങ് കംഫോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാറിന്റെ ഡ്രൈവിംഗ് സുഖം കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ജീപ്പിനേക്കാളും കുറച്ചും കൂടി ഒരു കംഫർട്ട് അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഷ്യന് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ്. പിന്നീട് നമ്മൾ മെയിൻ റോഡിലേക്ക് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്പീഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജിപ്സിക്ക് എന്ന് പറഞ്ഞാൽ തെറുപ്പ് കൊടുത്തിട്ടുണ്ട്. തെറുപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടം. ജിപ്സി പോകുമ്പോൾ ചാടിയാണ് ഏകദേശം പോവുക. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടിറക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഈ ഒരു വണ്ടി നമുക്ക് വർത്താവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന 2 പേർക്ക് കുഴപ്പമില്ലാത്ത നല്ല സുഖമായിട്ട് തന്നെ പോവാം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഇതാണ് മെയിനായിട്ട് വരുന്നത്. സ്റ്റിയറിങ് നമുക്കൊന്ന് ഒരു 2 ദിവസം വണ്ടി ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന അത്ര തന്നെ വരുന്നുള്ളൂ. കാരണം അത്ര ഭയങ്കര റിസ്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. മെയിനായിട്ട് ആ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തൊരു ഫീല് നമ്മൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. നിർത്തി തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മെയിനായിട്ടുള്ള ഡ്രോബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് വണ്ടീൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് തന്നെ പുറത്തുള്ള നോയ്സ് കാര്യങ്ങളുണ്ടാവും. വണ്ടി പക്കാ സൈലൻ്റ് ആണ്. നമുക്ക് അത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ വണ്ടീൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പക്കാ വണ്ടി സൈലൻ്റ് ആണ്. പിന്നെ MPFI ആണെങ്കിലും കാർബറേറ്റർ ആണെങ്കിലും മൈലേജ് രണ്ടും ഭൂരിഭാഗം പേരും പറയാറ് ജിപ്സി എടുത്തു കഴിഞ്ഞാൽ ഒരു ടാങ്കർ ലോറീനെ പുറകെ കൊണ്ടുവരണം, മൈലേജ് വെക്കൂല എന്നല്ലേ. പക്ഷേ ഒരു നല്ല കണ്ടീഷൻ ജിപ്സി അതിന് ഏകദേശം ഒരു 12 to 14 ഇടയിൽ മൈലേജ് കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ തിരിച്ചത് ഏകദേശം ഒരു കുഞ്ഞ് ടൗണിന്റെ നടുക്കാണ്. അപ്പോൾ ആ ടൗണിന്റെ നടുക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാധനത്തിനെ കൊണ്ട് ഏത് വഴിക്കും കുത്തിക്കൊള്ളിച്ച് കയറാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ ഒരു കംഫർട്ട് ആണെങ്കിലും കൺട്രോളിങ് ആണെങ്കിലും കിട്ടും. ഇപ്പൊ വണ്ടി കുറച്ച് നീളം കൂടുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ ഏത് വഴിക്കും കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിക്കുള്ള ഒരു ഡിസൈന് കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ആർമി എന്താ പറയാ നിർത്തലാക്കിയിട്ടും ഇതിനെ രണ്ടാമത് ഓർഡർ ചെയ്തുള്ളത്. ഇപ്പോൾ പെട്രോൾ കാറ്റഗറിയിൽ സോളിഡ് ആക്സിൽ വരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളെ ജിപ്സി മാത്രമാണ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ മഹീന്ദ്ര താർ പെട്രോൾ കാറ്റഗറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി മേ ബി നമ്മുടെ ജിപ്സി മാറി താറാവോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സോളിഡ് ആക്സിൽ വരുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളിഡ് ആക്സിൽ വരുന്ന പെട്രോൾ വാഹനം എന്ന് പറയുന്നത് ജിപ്സി മാത്രമാണ്. അതുപോലെ ഏറ്റവും സിമ്പിൾ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വാഹനം എന്നും കൂടി വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിനുള്ളത് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്ഡ് ട്രാൻസ്ഫർ കേസ് ആണ്. ഡിവോഴ്സ്ഡ് ട്രാൻസ്ഫർ കേസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗിയർ ബോക്സുമായിട്ട് അറ്റാച്ചിങ് അല്ലാത്ത, അതായത് 2 ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇതായതുകൊണ്ടാണ് ഇതിനെ ഡിവോഴ്സ്ഡ് ട്രാൻസ്ഫർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മെച്ചങ്ങളും ഡ്രോബാക്കും വണ്ടിക്കുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്നത്, കാരണം ഇത് ഒരുപാട് ലെങ്ത് ആയി പോകില്ലേ. പിന്നെ കംഫർട്ടിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് കംഫർട്ടാണ്. വണ്ടീൻ്റെ കാലപ്പഴക്കം അതുപോലെ വണ്ടീൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്താണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്ര വലിയ താല്പര്യം വരില്ല. പിന്നെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി കാർ അല്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്തിൽ നമുക്കിതൊരു വേണമെങ്കിൽ ഒരു ഫാമിലി കാറായിട്ട് കൊണ്ടുവരാം. അത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ പണ്ട് പെൺകുട്ടികളൊന്നും അധികം വണ്ടി ഓടിക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് പേരായിരുന്നില്ല. അതുപോലെ ഒരു ഓഫ് റോഡിങ് ആണെങ്കിലും ഫൺ ഡ്രൈവ് ആണെങ്കിലും പോകുമ്പോൾ നമ്മളെ നാട്ടിലെ കുറച്ച് ചൊറിയൻ അമ്മാവൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ,
ഈ ഞരമ്പന്മാർ, അതായത് നമുക്ക് വണ്ടി എന്തായാലും ഓഫാക്കാം. അതായത് നമ്മളെ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രക്കിങ്ങിന് പോയിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ വൈഫാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഞരമ്പ് രോഗികളെ അസുഖമാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുവിധം അത് നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനൊരു ഫാമിലി കാറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എങ്ങനെയെന്നുള്ളതും കൂടി പറഞ്ഞാൽ നോർമൽ ഡ്രൈവിന് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. ബാക്കിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പിംഗ് പർപ്പസ് രീതിക്ക്, ഒരു കിടക്കാൻ കാര്യങ്ങൾക്കൊക്കെ രീതിക്ക് നമുക്ക് ഇതിനെ നന്നായിട്ട് യൂസ് ചെയ്യാം. ഇതൊന്ന് ഹാർഡ് ടോപ്പ്, ജിപ്സിക്ക് ഒരു ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള ഓരോ ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹാർഡ് ടോപ്പ് ജിപ്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വഴിക്കും കൊണ്ടുപോകാനും പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഒരു കുഞ്ഞ് വീട് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിംഗ് ലൈഫ് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് ഈ സാധനത്തിന് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ 90s കിഡ്സ് ടോയ്സിലെ ജിപ്സിൻ്റെ റിവ്യൂസ് ഏകദേശം ഇവിടെ അവസാനിക്കാതെ, ഞാൻ ആൾറെഡി നിങ്ങൾക്കൊരു കാർബറേറ്റർ ജിപ്സി പരിചയപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു MPFI ജിപ്സി പരിചയപ്പെടുത്തി തന്നു. പക്ഷേ നമ്മളെ ജിപ്സി സീരീസ് എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. അത് ഓരോരോ ജിപ്സിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിൽ യൂണീക്കായിരിക്കും. അതായത് ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളെ ജിപ്സി എന്തായാലും അൾട്ടർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വണ്ടിയും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ആ പ്രത്യേകതകൾ മാത്രമാണ് ഇനിയുള്ള ഇതാക്കാറ്. ഇപ്പോൾ ഇത്രയും കാലത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് കാര്യങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ വണ്ടീനെ കുറിച്ച് മാക്സിമം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ കമൻറ്റ് പറയുന്നതിന് എന്താ പറയുക അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പറയാം. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ഡൗട്ട്, ജിപ്സി സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സ്പെയർ ആണെങ്കിൽ സ്പെയർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൽ ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലല്ല ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുപോലെ അപ്പോൾ നമ്മളെ ഒരു വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ. ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഫാമിൻ്റെ അവിടേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ജസ്റ്റ് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു യൂസുള്ള കാര്യങ്ങളല്ല. കാരണം ഇപ്പോൾ ഒരു ആന വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോർമൽ നമ്മളുടെ ഹെഡ് ലാമ്പ് കൊണ്ട് ആ ഒരു തുള്ളി കാണില്ല. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് അപ്പുറത്ത് എന്താണുള്ള ഒരു നിഴൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫോഗ് ലാമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഡിമ്മ്, ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ ബീമിൽ കാണാം എന്ന് മാത്രമല്ല, പക്ഷേ നമുക്ക് സൈഡ് ഭാഗം ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ LED ബാർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇത് ഫ്ലഡും സ്പോട്ടും ചേർന്നിട്ടുള്ള LED ബാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 180 ഡിഗ്രി ഇതിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണിച്ചു തരാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ ഉള്ള ഒരു LED ബാറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മളെ LED ബാറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ടോപ്പിലെ LED ബാർ ഇതുണ്ട്, അതുപോലെ ഹെഡ് ലാമ്പും ഉണ്ട്. ഇത് രണ്ടെണ്ണം ഇട്ടാൽ തന്നെ ഇതാ ഈ ഒരു റേഞ്ച് കാണുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉള്ള വ്യൂ, അത്രയാണ് എനിക്ക് ഈ ഒരു ഇതുകൊണ്ട് കാണുന്നത്. വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല. ഇത് മാക്സിമം റോഡ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ മുന്നിൽ വരുന്ന ആൾക്ക് എന്തായാലും കണ്ണ് കാണില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ പർപ്പസ് ഇതായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇല്ലാതെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കണം എന്നുള്ള ഒരാഗ്രഹമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ നിലമ്പൂർ ഭാഗത്ത് അധികവും ഈ ഒരു ഇതേപോലുള്ള ഏരിയകൾ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പകൽ ടൈമിൽ നിങ്ങൾ റോഡിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യുക. നമ്മളെന്ത് അകിൽ കവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരിതുള്ളത്. പിന്നെ ജിപ്സിയുടെ ഇൻറ്റീരിയറിലെ ഒരു നൈറ്റ് ഭാഗത്തുള്ള ഇത് കാണിച്ചു തരാം. നമ്മളുടെ ഡാഷ്ബോർഡിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇത്ര വ്യൂവേ ഉള്ളൂ. ഒരു മങ്ങിയ ടൈപ്പ് ഒരു ലൈറ്റാണ് ഇതിൽ. പിന്നെ നമ്മളെ സ്റ്റീരിയോൻ്റെ ലൈറ്റ് ഉണ്ട്, പിന്നെ വണ്ടീൻ്റെ ടോപ്പിലെ ലൈറ്റും ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഒരു ചെറിയൊരു റൈഡ് കാര്യങ്ങൾ പോയേക്കാം. എന്തായാലും നോക്കാം.